എൻ്റെ പേര് റബീബ, ലൈഫ് കോച്ചാണ്. 21 വർഷം വെറും ഒരു വീട്ടമ്മയായിരുന്നു. അതിനുശേഷം ഒരു പഠനത്തിലോട്ട് ഇറങ്ങിയൊരു ജേണിയാണ് എന്നെ ലൈഫ് കോച്ചാക്കിയതും പിന്നീട് ഫാറൂഖ് സാറിൻ്റെ സെഷന് അറ്റൻഡ് ചെയ്തതും. ഒരു വർഷമായി ലൈഫ് കോച്ചായി ഇറങ്ങിയിട്ട്. അതിനുശേഷം സെഷൻസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചിരിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പല കാരണങ്ങളാലും. അതിനുശേഷം വീണ്ടും എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ലായിരുന്നു. ആദ്യമൊക്കെ സെഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് പോരും. നല്ലപോലെ പാരന്റിങ് വെബിനാറൊക്കെ എല്ലാം എടുത്ത് പോരും. പക്ഷെ ആരും എന്നെ കോൺടാക്ട് ചെയ്യൂലായിരുന്നു. നമ്പറൊക്കെ കൊടുത്തു പോരും. എന്താ കാരണം ഇല്ലതൊന്നും എനിക്കറിയില്ല. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി. രണ്ടാമത് തുടർന്നപ്പോൾ ഭയങ്കര പ്രയാസം തോന്നി. എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. എന്താണ് പറയേണ്ടത്, ഇനി ഇതന്നെയാണോ, ഇതുകൊണ്ടാണോ മുന്നോട്ട് പോകുന്നത്, ഒന്നും അറിയില്ല. അങ്ങനെ ഫറൂഖ് സാറുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ ഫസ്റ്റിലെ കൺസൾട്ടിങ്ങിൽ തന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ മാറിയപ്പോൾ മക്കളും മാറി, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനെന്നോട് കുറച്ച് പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ ആവർത്തിച്ച് എന്നോട് ചോദിച്ചു. അങ്ങനെ മാഷാ അല്ലാ അൽഹംദുലില്ലാ, ഞാൻ ആരുടെ ഇടയിലേക്കാണ് ഇറങ്ങേണ്ടത്, എന്താണ് എൻ്റെ യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റ്, എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അതെല്ലാം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടി ഈ ഒരു സെഷനിലൂടെ. പിന്നെ ആദ്യമൊക്കെ സെഷൻ എടുത്തപ്പോൾ ഒരു സ്കൂളിൽ എന്നെ 2 പ്രാവശ്യം ക്ഷണിച്ചതാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പറഞ്ഞത് തന്നെ പറയുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. വിഷയദാരിദ്ര്യം നല്ലപോലെ അനുഭവിച്ചിരുന്നു. അതൊക്കെ ഈ സെഷനിലൂടെ മാറിക്കിട്ടി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ആം 40 ഇയേഴ്സ് ഓൾഡ്. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു പഠനത്തിലോട്ട് ഇറങ്ങിയപ്പോൾ പല കാരണങ്ങളാൽ എനിക്ക് പല ബുദ്ധിമുട്ടും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമത് എന്താ വിചാരിച്ചാൽ പലതും എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഞാൻ പഠിച്ചെടുത്ത് വരിയിരുന്നു. ഈ മീഡിയ കൈകാര്യം ചെയ്തിരുന്നത് അധികവും എൻ്റെ മക്കളായിരുന്നു അധികവും കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്കിത് എങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാമെന്ന് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ, ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഫാറൂഖ് സാറിൻ്റെ സെഷന് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇന്നിങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ എനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും ഇവർ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സെഷൻ എടുത്ത് പോരുമ്പോഴും ഇനി പറഞ്ഞത് തന്നെ പറയേണ്ടി വരുമെന്നില്ല, ആ പേടി എനിക്ക് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഐ ആം വെരി ഹാപ്പി. കാരണം എന്താ വിചാരിച്ചാൽ ഇനി ഒരു പുതിയൊരു ലോകമാണ് എൻ്റെ മുമ്പിൽ തുറന്നു തന്നത്. കാരണം ഈ ഞാൻ ആരുടെ ഇടയിൽ ഇറങ്ങണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എനിക്കായിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ അതിനെ റിസർച്ച് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടി. എന്ത് പറയണം, എന്ത് പറയണ്ട, എങ്ങനെ മുന്നോട്ട് പോകണം, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കിട്ടി. ഇപ്പം എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻറ്റ് ഉണ്ടായി. അതായത് ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് എനിക്ക് ഇറങ്ങണം. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നൊരു കാര്യമാണത്. ഒരു കൂട്ടം ആളുകളെ എന്നെ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ഇടയിലേക്ക് എനിക്ക് ഇറങ്ങണം. കാരണം അവർ ഒരു ബേബി സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി, അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് എന്താണോ അവർക്ക് കൊടുക്കേണ്ടത് അതെനിക്ക് കൊടുക്കാനും സാധിക്കും. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഫറൂഖ് സാറെ ഈ സെഷന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തിനും സപ്പോർട്ടീവായിട്ട് കൂടുന്നുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. എല്ലാം നമ്മളൊരു എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെയാണ്. കാരണം എനിക്ക് പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിരുന്നത്. കാരണം എനിക്ക് അറിയില്ല, അറിയാത്ത കാര്യങ്ങൾ ഞാൻ ശരിക്കും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. എവിടെ വരെ എത്തും, എങ്ങനെ പോവുക, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇപ്പം എൻ്റെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് മാഷാ അല്ലാ അൽഹംദുലില്ലാ, ഞാൻ വളരെ ഹാപ്പിയാണ്.